സബത്തിന്റെ ദിവസം അദ്ദേഹം പ്രാർത്ഥനാലയത്തിലേക്ക് പോവുകയായിരുന്നു. പ്രവാചകൻ മൂസ അലൈഹിസ്സലാം ശനിയാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ വന്ന് അല്ലാഹുവിനെ ആരാധിക്കുവാൻ നിർദ്ദേശിച്ചിരുന്നു. എന്നിരുന്നാലും സബത്തിന്റെ ദിവസം പള്ളിയിൽ പോകാൻ ജനങ്ങൾ കുറേ നാളായി ആരും തന്നെ വരില്ലായിരുന്നു. പുരോഹിതന്മാർ നൂറുകണക്കിന് കാര്യങ്ങൾ നിയമവിരുദ്ധമായി ആവശ്യപ്പെട്ടിരുന്നതുകൊണ്ടാണ് ഇത്. ഒന്ന് സങ്കൽപ്പിക്കുക, മരിക്കാൻ കിടക്കുന്ന ഒരു രോഗി ഒരു വൈദ്യനെ വിളിക്കുന്നത് നിയമവിരുദ്ധമായി കണക്കാക്കി. രോഗി കഴിക്കുന്നതും കുടിക്കുന്നതും മുടി വൃത്തിയാക്കുന്നതുമെല്ലാം പാപമായി കണക്കാക്കി. പക്ഷേ പ്രവാചകൻ അവരുടെ നിയമങ്ങൾ പാലിച്ചില്ല. വിശക്കുന്ന ഒരു കുട്ടിക്ക് അദ്ദേഹം ഒരു പഴം പറിച്ചു നൽകി. ഇത് കണ്ട് പുരോഹിതന്മാർ ദേഷ്യം കൊണ്ട് മുഖം ചുളിച്ചു. വൃദ്ധയായ ഒരു സ്ത്രീക്ക് തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ അദ്ദേഹം തീ കത്തിച്ചു കൊടുത്തു. ഇത് സബത്ത് നിയമത്തിന്റെ ലംഘനമായി കണക്കാക്കപ്പെട്ടിരുന്നു. ഒടുവിൽ പ്രവാചകൻ ആരാധനാലയത്തിൽ എത്തിയപ്പോൾ അമ്പരന്നു പോയി. 25,000-ത്തിലധികം പുരോഹിതന്മാർ അതിനകത്തുണ്ടായിരുന്നു. എല്ലാവരും ആരാധനാലയത്തിൽ നിന്ന് മാത്രം സമ്പാദിച്ച് ജീവിക്കുന്നവർ. സന്ദർശകരെക്കാളും കൂടുതൽ പുരോഹിതന്മാരാണെന്നറിഞ്ഞപ്പോൾ പ്രവാചകൻ അത്ഭുതപ്പെട്ടു. അവിടമാകെ ആടുകളെക്കൊണ്ടും പ്രാവുകളെക്കൊണ്ടും നിറഞ്ഞിരുന്നു. യാഗമർപ്പിക്കുന്നതിനു വേണ്ടി ജനങ്ങൾക്ക് വിൽക്കാൻ വച്ചിരിക്കുന്നവയായിരുന്നു അത്. ആരാധനാലയത്തിനകത്തുള്ള ഓരോ പടിയും സന്ദർശകരുടെ പണം ചിലവിട്ടാണ് ഉണ്ടാക്കിയിരുന്നത്. പുരോഹിതന്മാർ പണത്തെയല്ലാതെ മറ്റൊന്നിനെയുമല്ല ആരാധിച്ചിരുന്നതെന്ന് മനസ്സിലായപ്പോൾ പ്രവാചകന് ദുഃഖം തോന്നി. പുരോഹിതന്മാർ ഒരു ചന്തയിലെന്ന പോലെയാണ് പ്രവർത്തിച്ചിരുന്നത്. പാവപ്പെട്ട ആളുകൾക്ക് പ്രാവിൻ്റെയും ആടുകളുടെയും വില താങ്ങാൻ കഴിയാതെ ഓടിപ്പോകുന്നതും പ്രവാചകൻ കണ്ടു. പുറത്ത് ആയിരക്കണക്കിന് ആളുകൾ പട്ടിണി കിടക്കുമ്പോൾ പുരോഹിതന്മാർ ആരാധനാലയത്തിനുള്ളിൽ ധാരാളം സാധനങ്ങൾ യാഗം നടത്തി കത്തിച്ചു കളയുന്നത് എന്തിനെന്നോർത്ത് പ്രവാചകൻ വിഷമിച്ചു. ഒരു രാത്രിയിൽ മഹത്തായ 2 പ്രവാചകന്മാരായ യഹ്യ അലൈഹിസ്സലാമും സക്കരിയ അലൈഹിസ്സലാമും ഭരണാധികാരികളാൽ കൊല്ലപ്പെട്ടു. ആ രാത്രിയിൽ വെളിപാട് ഈസാ നബി അലൈഹിസ്സലാമിന്റെ മേൽ ഇറങ്ങിവന്നു. ഇസ്രായേൽ ജനത്തെ വിളിച്ചുകൂട്ടി ഉത്ബോധിപ്പിക്കാൻ അല്ലാഹു പ്രവാചകനോട് കൽപ്പിച്ചു. ലളിത ജീവിതം നയിച്ചിരുന്ന പ്രവാചകൻ അത് അവസാനിപ്പിച്ചു. ഈസാ നബിയുടെ ജീവിതത്തിൽ ആരാധനയും സമരവും ആരംഭിച്ചു. അദ്ദേഹം എതിരാളികളെപ്പോലെ നിലവിലുള്ള നിയമത്തെ തള്ളിപ്പറയുകയും മൂസാ നബി അലൈഹിസ്സലാമിന്റെ നിയമത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. പ്രവാചകൻ തന്റെ ജനത്തെ ശ്രേഷ്ഠമായ വാക്കുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ലളിത ജീവിതം നയിക്കാൻ ആവശ്യപ്പെട്ടു. 10 കൽപ്പനകൾ അവർ ഉദ്ദേശിക്കുന്നതിലും കൂടുതൽ മൂല്യമുള്ളതാണെന്ന് പുരോഹിതന്മാരെ മനസ്സിലാക്കാൻ പ്രവാചകൻ ശ്രമിച്ചു. ഉദാഹരണമായി